സുറുമി രചന അവന്തിക അവതരണം സെൽസാമുസ്തു. സുറുമിയെയും മശ്വദിനെയും വീക്ഷിച്ചുകൊണ്ട് നിഹാലും അവിടെ നിലയുറപ്പിച്ചു. പകച്ചു നിൽക്കുകയാണ് മശ്വദ്. ഒന്നും രണ്ടുമല്ല, 2 വശത്തെ സ്ത്രീകൾക്കായി ഒരുക്കിയിരിക്കുന്ന 50ഓളം സീറ്റുകൾ. ഒരു ഭാഗം മുഴുവൻ സുറുമിയുടെ സമയപ്രായക്കാരാണ് തോന്നിക്കുന്നവർ, ഒരു ഭാഗത്ത് മുഴുവൻ അടുത്ത ബന്ധുക്കളും. ചിരിയും സംസാരവും വിശേഷങ്ങളുമായി ആകെ ബഹളം. പടച്ചോനെ, ഇത് എങ്ങനെ കണ്ടുപിടിക്കും അവളെ? ആ തെണ്ടി സീറ്റ് എങ്ങനെ പറഞ്ഞു തന്നെങ്കിൽ അവിടെ നോക്കായിരുന്നു. ഇതിപ്പോൾ എവിടാ? ഈ സമയം എളിയിൽ കൈക്കൊടുത്ത് മഷൂദിനെ നോക്കി പല്ലിറുമ്പുകയാണ് നിഹാല്. എൻ്റെ റബ്ബേ, ഇതിനൊക്കെ എന്നെ പറഞ്ഞാൽ മതി. അവിടെ പോയി അന്തോ കൊന്തം ഇല്ലാതെ നിൽക്കുന്നവനാണല്ലോ നീ കാമുകനാക്കി. അവൻ ആരോടൊന്നില്ലാതെ പിറുപിറുത്തു. നിസ്സഹായ മഷൂദ് സഹായത്തിനായി നിഹാലിനെ നോക്കിയ നിമിഷം തന്നെ അവിടെ ഇരിക്കുന്നവരിൽ ഒരു സ്ത്രീ, മോനെ ഇവിടെ കുറച്ച് ചോറ് എന്ന് പറഞ്ഞു. മഷൂദ് അങ്ങോട്ട് നോക്കിയ സമയം മോനെ എന്നുള്ള വിളിയിൽ ഓപ്പോസിറ്റ് സൈഡിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സുറുമി തല ഉയർത്തി നോക്കി. അടുത്ത 2 കൈയിലും മുട്ടോളം മൈലാഞ്ചിട്ട് നിവർത്തി പിടിച്ച കയ്യുമായി ഹനയും. സുറുമിയാണ് ഹനക്ക് വാരി കൊടുക്കുന്നത്. മഷൂദിനെ കണ്ട അവളുടെ മിഴികൾ ആഗ്രഹിച്ചതെന്തോ കണ്ട പോലെ വിടരുന്നതും ഒരു പുഞ്ചിരിയോടെ അവനെ തന്നെ നോക്കുന്നതും അടക്കാനാവാത്ത സന്തോഷത്തോടെയാണ് നിഹാല് കണ്ടത്. അപ്പം സുറുമി, അവൾക്കും അവളുടെ കണ്ണുകളിൽ കണ്ട തിളക്കം, അവനെ കണ്ടപ്പോൾ ചുണ്ടിൽ വിരിഞ്ഞ ചിരി സത്യമാണോ? അവൻ ഒന്നുകൂടെ നോക്കി. അപ്പോഴും അവൾ ഒരിളം കുസൃതി ചിരിയാലെ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹന വാത്തോരാതെ സംസാരിച്ചുകൊണ്ട് തോളുകൊണ്ടൊന്ന് തട്ടി അടുത്ത ഉരുളക്കായി വായി നീട്ടിയപ്പോഴാണ് സുറുമി സ്വബോധത്തിലേക്ക് വന്നത്. വേഗം ദൃഷ്ടികളെ മാറ്റി ചുറ്റുഭാഗം ഒന്ന് കണ്ണോടിച്ചു. എന്തോ കള്ളം ചെയ്ത പോലെ അവളൊരു കണ്ണടച്ച് നാവൊന്ന് കടിച്ചുകൊണ്ട് തല നിഷേധഭാവത്തിൽ കുടഞ്ഞു. അപ്പോൾ കാര്യങ്ങൾ എളുപ്പമായി. ആരും അറിയാതെയാണ് 2 പേരുടെയും കളി. കൊള്ള പ്രണയിതാക്കൾ. ഇതിനൊരു തീരുമാനം ഞാൻ കണ്ടിരിക്കും. ദാ വരുന്നു ഒട്ടൻ തല ചൊറിഞ്ഞുകൊണ്ട്. വളിച്ച ചിരിയുമായി വരുന്ന മഷൂദിനെ കണ്ട് നിഹാൽ പിറുപിറുത്തു. എന്തേ കണ്ടില്ലേ? ഒരു കൈ കൊണ്ട് അവനെ വലിച്ച് ഓരോരും ചേർന്ന് നിർത്തി. ഒരു പുരികം പൊക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു, എടാ 1, 2 അല്ല 10-20 പേരുണ്ട്. ഇതിലേറെ എളുപ്പം കോളേജ് ഗേറ്റ് തന്നെയായിരുന്നു. ഇതൊരുമാതിരി ലേഡീസ് ഹോസ്റ്റലിൽ ചെന്ന പോലെ. ഞാൻ വിചാരിച്ച വലിയ കാമുകനല്ലേ? ഈ സിനിമയിലും നോവലിലൊക്കെ കാമുകൻ ചെല്ലുന്നു, കാമുകിയുടെ ചന്ദനത്തിൻ്റെയും സോപ്പിൻ്റെയും മണമടിച്ച് കാമുകൻ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ കാമുക അടുത്തെവിടെയെങ്കിലും കാമുകൻ്റെ ഹൃദയം ഉച്ചത്തി മിടിക്കുന്നു കേട്ടുന്നു. നിനക്കേ പറഞ്ഞ ഫീലൊന്നും ഇല്ലേ? എടാ പോടാ, കളിയാക്കാതെ. അതിനിപ്പോൾ അവളുടെ മണമെന്ന് പറയാൻ ഞാൻ അവളെ അത്ര അടുത്ത് നിന്ന് കണ്ടിട്ടൊന്നുമില്ലല്ലോ. പിന്നെ അന്ന് അറിയാതൊരിടി, അതിപ്പോൾ അന്ന് അപ്പോൾ. പരങ്ങണ്ട. ഇനി ഞാനൊരു കാര്യം പറയാം. പറയുമ്പം അങ്ങോട്ട് നോക്കരുത്. ഇവിടെ നിന്ന് വലത് ഭാഗത്ത് 3ാമത്തെ ടേബിളിൽ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതിൽ നടുവിലാണ് അവളുള്ളത്. ബ്ലാക്ക് ഷോള്. പിന്നെ ഒരു കാര്യം കൂടെ, മൂത്തുമ്മ നിന്നെ മോനേന്ന് ചോറ് വിളുമ്പ വിളിച്ച അതേ സ്പോട്ടിൽ അവൾ നിന്നെ കണ്ടു. ഇമച്ചിമാതെ കണ്ണിരൊളിപ്പിച്ച പ്രണയമായി അവൾ നിന്നെ നോക്കുകയും ചെയ്തു. നിഹാൽ അക്കമിട്ട് എണ്ണി പറഞ്ഞു. പോടാ, ആളെ കളിയാക്കാതെ. നിനക്കുള്ളതാ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ആസ്ഥാനത്തുള്ള കോമഡി. എന്നാ നീ വിശ്വസിക്കണ്ട. എനിക്ക് ഉറപ്പായിരുന്നു വിശ്വസിക്കൂലെന്ന്. എന്ന് നീ ഒരു കാര്യം ചെയ്യ്. നീ ചോറ് മാറ്റി ഈ കറിയും കൊണ്ട് പോകും. അവളുടെ അടുത്ത ടേബിളിൽ എത്താറാകുമ്പം ഞാൻ ഇവിടുന്ന് മഷൂന്ന് വിളിക്കുന്നു. നീ ഇങ്ങോട്ട് നോക്കുന്ന അതേ നിമിഷം അവളെയും കൂടെ നോക്കുന്നു. യാദൃശികമായി വേണം നോക്കാൻ. അവളുടെ മുഖത്ത് നോക്കി നിൽക്കരുത്. ജസ്റ്റ് ദേ ഇങ്ങനെ തല ഇതിരിക്കുന്നു. ആ തിരിയുന്ന ടൈമിലൊന്ന് കണ്ടുപിടിക്കുന്നു. നിഹാൽ പറയുന്നതിനോടൊപ്പം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എടാ, എനിക്ക് ആകെ കൂടെ അവളിപ്പോൾ എന്നെ നോക്കുന്നുണ്ടാകുമോ? ഞാൻ ആദ്യം ഒന്ന് കണ്ടിട്ട് നീ വിളിച്ചാൽ മതി. അല്ലെ തിരിയുമ്പോൾ കണ്ണ് എവിടെയൊക്കെ സ്റ്റെക്കാകാൻ ചാൻസ് ഉണ്ട്. നീ പോയി വാ, അതൊക്കെ ഞാൻ ഏറ്റു. മഷൂദ് മുടിയൊക്കെ ഒന്ന് കൈക്കൊണ്ട് മാടി ഒതുക്കി ടീഷർട്ട് പിടിച്ചൊന്ന് നേരെയാക്കി നിഹാലിൻ്റെ കയ്യിലുള്ള കറിപ്പാത്രമായി അങ്ങോട്ട് നടന്നു. അവളിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി. ഹനയോട് സംസാരിച്ചുകൊണ്ടാണ് നിന്നത്. കൂടെ ഹനക്ക് വെള്ളം വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു നിമിഷം ഹൃദയം പോലെ മൗനമായ പോലെ വയറിലൂടെ ഒരാൾ. അത് പഴയതിലേറെ സുഖത്തിലും ഇടനെഞ്ചിൽ പോയി നിന്നു. കുറച്ചുകൂടെ മുമ്പിലേക്ക് അവൻ നടക്കുകയും അവളിൽ നിന്ന് പണിപ്പെട്ട് കണ്ണെടുക്കുകയും ചെയ്തു. മഷു, നിഹാൽ എന്തോ ആവശ്യത്തിനെന്ന പോലെ വിളിച്ചപ്പോൾ നിഹാൽ പറഞ്ഞു പഠിപ്പിച്ച അതേ ഭാവത്തിൽ മഷൂദ് തിരിഞ്ഞു. നോട്ടം അവളിൽ നിന്ന് മാറി അടുത്തിരിക്കുന്നവരിലേക്കും പോയി. ഇപ്പം അവൾ മാത്രമല്ല, എല്ലാവരും തന്നെയാണ് നോക്കുന്നത്. കാരണം 19 പെണ്ണുങ്ങൾക്ക് നടുവിലായി കവുങ്ങ് പോലെ നിൽപ്പല്ലേ. തിരിഞ്ഞെന്ന് നിഹാലിനെ കണ്ണു കാണിച്ചപ്പോഴേക്കും അവൻ കാര്യം പന്തിയല്ലെന്ന് മനസ്സിലാക്കി ആരോടോ ദാ വരുന്നെന്ന് കൈകൊണ്ട് കാണിച്ച് ഇടം കണ്ടുകൊണ്ട് മഷൂദിനെ നോക്കി ധൃതിയിൽ നടന്നു തുടങ്ങിയിരുന്നു. പല്ലുറുമ്പിക്കൊണ്ട് മഷൂദ് കൂടെയും. നീ ഇപ്പം മഷൂന്ന് വിളിച്ചപ്പോൾ എല്ലാവരും നോക്കിയപ്പോൾ അവരും മോനേന്ന് വിളിച്ചപ്പോൾ എല്ലാവരും ഇല്ലേ അടുത്തിരിക്കുന്നവരെങ്കിലും നോക്കിക്കാണും. നീ സുർമിയെ മാത്രം നോക്കിയപ്പോൾ
അവൾ നോക്കുന്നതായി തോന്നി. അവിടുന്ന് മുങ്ങിയ നിഹാലിനെ കൈയോടെ പൊക്കിക്കൊണ്ട് വന്ന് തൻ്റെ പരിഭവവും ചമ്മലും തീർക്കുകയാണ് മഷൂദ്. അല്ലടാ, ഞാൻ കണ്ടതാ. ഇനിയിപ്പോൾ മഷൂദ് പറഞ്ഞപ്പം നിഹാലിനും സംശയം. അവൻ നെറ്റിയിലൊന്ന് കയറിക്കൊണ്ട് മഷൂദ് പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരുന്നു. ഇനിയിപ്പോൾ സുർമി നോക്കിയ പോലെ അടുത്തുള്ളവർ നോക്കിക്കാണോ? ഞാൻ അവളെ മാത്രം നോക്കിയതുകൊണ്ടാണോ കണ്ടത്? പക്ഷെ അവളുടെ കണ്ണുകളിലെ തിളക്കം, മുഖത്ത് വിരിഞ്ഞ ചിരി, അവനോട് അധികം തർക്കിച്ചിട്ട് കാര്യമില്ല. കണ്ടറിയണം. സുർമിക്ക് തിരിച്ചൊരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരത്തെക്കാണല്ലോ അവൻ ആശിച്ചു കാണാം. അതിൻ്റെ പരിഭവമാണ്. വരട്ടെ, സമയമുണ്ടല്ലോ. ഇനി നീ അതേക്കുറിച്ച് ആലോചിക്കണ്ട. ഞാനും നല്ലൊരു ദിവസമായിട്ടൊരു പെണ്ണിൻ്റെ പേര് പറഞ്ഞ് അത് കൊളാക്കണ്ട. നാളെ നിക്കാഹാണ്. നല്ലോണം പ്രാർത്ഥിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. നീ പൊക്കോ, ഉറക്കം കളയണ്ട. ഇവിടെ ഒന്ന് ഒതുക്കി ഞാൻ കിടക്കാമെന്നേക്കാം. നാളെ ഇവിടെ സെറ്റാക്കിയിട്ടേ ഞാൻ വീട്ടിൽ പോകുന്നുള്ളൂ. മഷൂദ് നിർബന്ധം പിടിച്ചപ്പം നിഹാൽ കിടക്കാനായി പോയി. ഏകദേശം എല്ലാവരും പോയിരുന്നു. അവിടെ ഇവിടെ ജോലിക്കാർ വൃത്തിയാക്കുന്നുണ്ട്. നാളെ ഫുഡ് വീട്ടിൽ വെച്ചുണ്ടാക്കുകയാണ്. വിളമ്പാനും മറ്റും ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. മഷൂദ് അവർക്കൊപ്പം ടേബിൾ പിടിച്ചതാനും മറ്റും കൂടെ കൂടി. ഇതേ സമയം അകത്ത് സുർമി സൽമാനെ വിളിച്ചിട്ട് കിട്ടാതെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് വിളിച്ചാൽ മതി, വന്നോളാന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഹന സമയം കളയാതെ നിഹാലിനെ വിളിച്ച് കൊണ്ടുവന്നു. പാവാണ് ഇക്കാക്ക. ഉച്ച മുതൽ നേരെ ഒരേ ഇരുന്ന് ക്ഷീണിച്ചു. അവളെ കൊണ്ടുവിടാം, ഞാനും വരാം. അധികം ഒന്നില്ലല്ലോ, വേഗം വാ. ഹന വന്ന് വിളിച്ചപ്പം ആദ്യം കുറച്ച് ചാടിട്ടെങ്കിലും മഷൂദിനെ മുന്നിൽ കണ്ട് വേഗം അവൻ ഒരുങ്ങി. സുർമി എല്ലാവരോടും യാത്ര പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടത് മഷൂദിനെയാണ്. അവിടെ ഇവിടെ കിടക്കുന്ന വേസ്റ്റ് പേപ്പർ മറ്റും കവറിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുറ്റത്ത് വെച്ചാണ് നാളെ നിക്കാഹ്. രാവിലെയൊക്കെ കുറച്ച് മാറ്റം വരുത്തണം. കാർപ്പറ്റൊക്കെ വിരിച്ച് സെറ്റാക്കണം. അങ്ങനെയാണ് അറേഞ്ച്മെൻ്റൊക്കെ മഷൂദാണ് ഏറ്റെടുത്തിരിക്കുന്നത്. മഷൂദ് അവൻ്റെ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിഹാൽ നോക്കിയത് ഹനക്കപ്പുറം നിൽക്കുന്ന സുർമിയാണ്. അവൻ്റെ ജോലികളെ കൗതുകപൂർവ്വം വീക്ഷിക്കുകയാണ്, മുഖത്ത് നിറഞ്ഞ ചിരിയോടെ. മഷു, അവളെ നോക്കിക്കൊണ്ട് തന്നെ നിഹാൽ വിളിച്ചു. വിളിക്കേട്ട നിമിഷം തന്നെ അവൾ ദൃഷ്ടി മാറ്റി. നീ കിടന്നില്ലേ? അവൻ ചോദിച്ചുകൊണ്ട് നിറഞ്ഞപ്പോഴാണ് സുർമിയെയും ഹനയും കണ്ടത്. ഇല്ലടാ, ഈ കുട്ടിയൊന്ന് വീട് വരെ ആക്കണം. ഹനയുടെ ഫ്രണ്ടാ. നിഹാൽ സുർമിയെ നോക്കാൻ മഷൂദിനോട് കണ്ണു കാണിച്ചു. മഷുക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം കോഫി ഷോപ്പിൽ വെച്ച് സഫിയുടെ കൂടെ മഷിച്ചു വന്നില്ലേ? അന്നിവർ കണ്ടായിരുന്നു. ഞാൻ പരിചയപ്പെടുത്തി തീർക്കുന്നുണ്ടോ? ഹന ചോദിച്ചപ്പം സുർമിയുടെ മുഖത്ത് തന്നെ നോട്ടം ഊന്നിക്കൊണ്ടവൻ കണ്ടൊരു ഓർമ്മയുണ്ടെന്ന് മറുപടി കൊടുത്തു. അത് കേട്ടപ്പോൾ നിരാശയും അതിലുപരി പരിഭവത്തോടെയാണ് സുർമി അവൻ്റെ മുഖത്തേക്ക് നോക്കിയത്. അവനും അവളെ തന്നെ നോക്കുകയായിരുന്നു. അവളുടെ പരൽമീനുകൾ പോലെ പിടയുന്ന കണ്ണുകൾ തന്നോടെന്തോ പറയാൻ ശ്രമിക്കുന്ന പോലെ. സുർമി അവൻ്റെ മുഖഭാവം ഒപ്പിയെടുക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകൾ തൻ്റെ കണ്ണുകളിൽ എന്തോ തേടുന്ന പോലെ. ആ മുഖത്തപ്പോൾ പരിചയമില്ലാത്തല്ല, മറിച്ച് കണ്ണിറയെ തന്നെ കാണുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത്. അന്ന് കണ്ട അതുപോലെ കണ്ണുകളിൽ കുസൃതി ഒളിപ്പിച്ച്. 1-2 നിമിഷം അവൻ വേഗം നോട്ടം മാറ്റി. ഇനിയും നോക്കി അവൾക്ക് മനസ്സിലാകും. അവളുടെ മുഖത്ത് കണ്ട പരിഭവം, കണ്ണുകളിൽ കലർന്ന ദുഃഖം, അതെല്ലാം നിഹാലിൻ്റെ കണ്ടുപിടുത്തങ്ങളെ ശരിവെക്കുന്നവയാണ്. അവൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. നിഹാലിൻ്റെ മുറുകെ കെട്ടിപ്പിടിച്ച് അവൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുമെന്ന് തോന്നി മഷൂദിന്. നീ ഡ്രൈവ് ചെയ്തോ, ഞാനും വരാം. നിഹാൽ കയ്യിലുള്ള ചാവി അവന് നേരെ എറിഞ്ഞു. ചാവി ക്യാച്ച് ചെയ്ത് നടക്കാനൊരുങ്ങിയപ്പോൾ തന്നെ ഗേറ്റിനപ്പുറം സൽമാൻ്റെ ബൈക്ക് ഓണടിച്ചിരുന്നു. സലിക്ക് വന്നു, അവൾ മഷൂദിനെ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞു. പെടുന്നതിന് അവൻ്റെ മുഖം മങ്ങുന്നത് അവൾ കണ്ടു. സുർമി നിഹാലിനോടും അനയോടും യാത്ര പറഞ്ഞ് നടക്കാനൊരുങ്ങി. അറിയാതെ തന്നെ കണ്ണുകൾ അവനെ തേടി പോവുകയും കണ്ണുകൾ കൊണ്ട് അവൾ യാത്ര പകരുകയും ചെയ്തു. അറിയാതെ തന്നെ അവനും കണ്ണുകൾ കൊണ്ട് പോകാൻ അനുവാദം കൊടുത്തു. രണ്ടുപേരും പരസ്പരം അറിഞ്ഞതേയുള്ള പ്രണയത്തിൻ്റെ മാത്രം ഭാഷയെ. ചിലപ്പോൾ ഒരു മൗനത്തിനോ കണ്ണുകൾക്കോ അതുമല്ലെങ്കിൽ നിശ്വാസത്തിന് പോലും പ്രിയപ്പെട്ടവരോട് സംസാരിക്കാൻ പറ്റുമല്ലോ. തുടരും. അവരുടെ സംസാരം അങ്ങനെയാണ് പോട്ടല്ലേ. നമുക്ക് നാളെ കാണാം. ബൈ ബൈ.